Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഒരു കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത ഒരു 3D സീൻ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ടെക്സ്റ്റ് മിസ്സിംഗ് ഇല്ലാതെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. 3D Max സീൻ ഫയൽ പാത്തുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള മാപ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു 3D സീൻ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫയൽ പാത്സ് മിസ്സിംഗ് ആകുകയും അതിലൂടെ ടെക്സ്റ്റ് മിസ്സിംഗ് എന്ന ഇഷ്യൂ ക്രിയേറ്റ് ആകുന്നതുമാണ്. ഒരു പ്ലഗിനോ സ്ക്രിപ്റ്റിൻ്റെയോ സഹായമില്ലാതെ ഒരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്ത 3D Max സീൻ ടെക്സ്ചർ മിസ്സിംഗ് ഇല്ലാതെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ ഒരു ടീം മെമ്പറുമായി 3D സീൻ ഷെയർ ചെയ്യുന്നതിനുമായി യൂസ് ചെയ്യാവുന്ന 2 ഈസി മെത്തേഡുകൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് മിസ്സിംഗ് ഇല്ലാതെ 3D സീൻ സേവ് ചെയ്യുന്നതിനായി സേവ് ആർക്കൈവ് എന്ന ഓപ്ഷനാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സേവ് ആർക്കൈവ് എന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ 3D സീൻ കംപ്ലീറ്റ് ആയി ഒരു ആർക്കൈവ് ഫയലായി സേവ് ആകുന്നതാണ്. ഇതിലൂടെ 3D സീനും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റേഴ്സും ഒരു സിപ്പ് ഫയലിൽ ലഭിക്കുകയും ആ സിപ്പ് ഫയൽ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒരു ടീം മെമ്പറുമായി ഷെയർ ചെയ്യാനോ യൂസ് ചെയ്യാവുന്നതാണ്. സേവ് ആർക്കൈവ് എന്ന ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിനായി 3D Maxന്റെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആർക്കൈവ് എന്ന ഈ ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫയൽ ആർക്കൈവ് എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എവിടെയാണ് ഈ ഒരു ഫയലിനെ സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലിവിംഗ് റൂം എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ലൊക്കേഷൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഫയൽ നെയിമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇതിൻ്റെ ഫയൽ നെയിം ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സേവ് എസ് ടൈപ്പിൽ 3D Max ആർക്കൈവ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിതിൽ കാണാവുന്നതാണ്. 3D Maxന്റെ 2025 വേർഷനാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫയൽ ആർക്കൈവ് ചെയ്ത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിലും സെയിം വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ 3D Maxന്റെ ഡൗൺ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫയൽ ആ ഒരു സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. 3D Maxന്റെ ഹയർ വേർഷനിൽ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് ഡൗൺ വേർഷൻസിൽ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതല്ല. ഇനി ഹയർ വേർഷനിൽ ക്രിയേറ്റ് ചെയ്ത ഫയൽസിനെ ഡൗൺ വേർഷനിലേക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ സേവ് എസ് ടൈപ്പിൽ ഡൗൺ വേർഷൻ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു സേവ് എസ് ടൈപ്പിൽ 3D Max 2022 വരെയുള്ള വേർഷൻസ് അവൈലബിൾ ആണെന്ന് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരു ഡൗൺ വേർഷൻ ഈ സേവ് എസ് ടൈപ്പിൽ സെലക്ട് ചെയ്യുന്നതിലൂടെ 3D Max 2022 മുതലുള്ള എല്ലാ വേർഷനിലും നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു 3D ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സേവ് എസ് ടൈപ്പിൽ നമുക്ക് ആവശ്യമുള്ള 3D Max വേർഷൻ സെലക്ട് ചെയ്ത ശേഷം സേവ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഒരു 3D സീൻ ഒരു ആർക്കൈവ് ഫയലായി സേവ് ആയിരിക്കുകയാണ്. നമ്മൾ സേവ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു സിപ്പ് ഫയൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഒരു സിപ്പ് ഫയൽ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒരു ടീം മെമ്പറുമായി ഷെയർ ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. ഈ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനായി ഏതെങ്കിലും സിപ്പ് ഫയൽ എക്സ്ട്രാക്ടർ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ WinRAR എന്ന സിപ്പ് ഫയൽ എക്സ്ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ടു എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമ്മളുടെ 3D സീൻ കൂടാതെ നമ്മൾ ഈ ഒരു സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റേഴ്സിൻ്റെ ഫോൾഡേഴ്സും നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ ഫയൽസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റേഴ്സ് നമുക്ക് ഈ ഫോൾഡേഴ്സിനുള്ളിൽ കാണാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി ഏതൊരു 3D സീനിനെയും സേവ് ആർക്കൈവ് എന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് ഒരു ആർക്കൈവ് ഫോൾഡറായി അതിലെ ടെക്സ്റ്റ് ഉൾപ്പെടെ സേവ് ചെയ്യാനും മറ്റേതൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ടെക്സ്റ്റുകൾ മിസ്സിംഗ് ആകാതെ 3D Max സീൻ സേവ് ചെയ്യുന്നതിനായുള്ള റിസോഴ്സ് കളക്ടർ യൂട്ടിലിറ്റി എന്ന ഓപ്ഷനാണ്. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ സീനിലെ ടെക്സ്റ്റേഴ്സും റിസോഴ്സുകളും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫോൾഡറിലേക്ക് കളക്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ ടെക്സ്റ്റുകളും റിസോഴ്സുകളും കളക്ട് ചെയ്ത ശേഷം മറ്റേതൊരു സിസ്റ്റത്തിലേക്കും വളരെ ഈസിയായി ഷെയർ ചെയ്യാനും ടെക്സ്റ്റ് മിസ്സിംഗ് ഇല്ലാതെ യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. റിസോഴ്സ് കളക്ടർ യൂട്ടിലിറ്റി എന്ന ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിനായി
കമാൻഡ് പാനലിൽ യൂട്ടിലിറ്റീസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി യൂട്ടിലിറ്റീസിൽ മോർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. യൂട്ടിലിറ്റീസിൻ്റെ ഇതുപോലൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു വിൻഡോയിൽ നിന്നും റിസോഴ്സ് കളക്ടർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ യൂട്ടിലിറ്റീസിൻ്റെ പാരാമീറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതിൽ ഒരു ഡിഫോൾട്ട് ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കിത് ചേഞ്ച് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്യണമെങ്കിൽ ബ്രൗസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി യൂസ് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറുമായി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി കളക്ട് ബിറ്റ് മാപ്സ് /ഫോട്ടോമെട്രിക് ഫയൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നതിലൂടെ നമ്മളുടെ സീനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റേഴ്സും ഫോട്ടോമെട്രിക് ഫയൽസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് കളക്ട് ചെയ്യുന്നതാണ്. അടുത്തതായി ഇൻക്ലൂഡ് മാക്സ് ഫയൽ എന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോൾഡറിലേക്ക് 3ds Max ഫയലും കളക്ട് ചെയ്യുന്നതാണ്. അടുത്തതായി കംപ്രസ് ഫയൽസ് എന്നൊരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഈ കംപ്രസ് ഫയൽസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 3ds Max സീൻ ടെക്സ്റ്റ് ഉൾപ്പെടെ ഒരു സിപ്പ് ഫയലായി നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിനുള്ളിൽ സേവ് ആകുന്നതാണ്. ഞാൻ ഈ ഓപ്ഷൻ ഇതിൽ ഡിസബിൾ ആയി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി കോപ്പി മൂവ് എന്ന 2 ഓപ്ഷനുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിലേക്ക് ഈ സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന റിസോഴ്സിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് കോപ്പി എന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായി അപ്ഡേറ്റ് മെറ്റീരിയൽസ് എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. പാത്തുകൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിസബിൾ ആയി തന്നെയാണ് ഞാൻ ഈ ഒരു ഓപ്ഷനും യൂസ് ചെയ്യുന്നത്. ഇനി ഈ ടെക്സ്റ്റേഴ്സിനെയും റിസോഴ്സിനെയും കളക്ട് ചെയ്യുന്നതിനായി ബിഗിൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വളരെ ക്വിക്കായി 3ds Max സീൻ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് ഒരു കോപ്പിയായി കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫോൾഡറിനെ ആർക്കൈവായി മറ്റേതൊരു കമ്പ്യൂട്ടറിലേക്കും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ സേവ് ആർക്കൈവ്, റിസോഴ്സ് കളക്ടർ എന്നീ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത 3ds Max സീനുകൾ മറ്റേതൊരു കമ്പ്യൂട്ടറിലേക്കും ടെക്സ്റ്റർ മിസ്സിംഗ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.